ജായ ഇടയ്ക്ക് ജായ ഈ മനുഷ്യൻ്റെ എവിടെ പോയി? കോളേജിൽ പോയോ? ആ എന്തായാലും റെഡിയായി ഇപ്പോ താഴോട്ട് ഇറങ്ങി ചെല്ല. A few moments later. ഗുഡ് മോർണിംഗ് ജെസി മമ്മി. ഗുഡ് മോർണിംഗ് വൈഗ. ഇതാ ഇത് കുടിച്ചോ. എന്താ ഇത്? യുവർ ഫേവറേറ്റ് ബനാന മിൽക്ക്. ഓ താങ്ക് യു ജെസി മമ്മി. കുടിച്ചു. ഫോട്ടോ എടുത്ത് തരട്ടെ? വേണ്ട മമ്മി, ഞാൻ കോളേജിൽ അവന്മാരുടെ കൂടെ കഴിച്ചോളാം. ആ ഓക്കെ ബൈ ജെസി മമ്മി. ബൈ മോളെ. ഇതുവരെ ആയിട്ട് അവളിങ്ങ് വന്നില്ലേ? ഇല്ലടാ, അവളിത് എവിടെ പോയി കിടക്കുന്നേ? വിച്ചു വന്നോ? ഇല്ലടാ. കിച്ചു ആ ദേ വരുന്നേ. സോറി കിച്ചൂടാ. ആ ഇന്ന് കിച്ചു മിണ്ടിയത് തന്നെ വിച്ചുവിനോട്. വാ ക്ലാസ്സിൽ പോകാം. A few moments later. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സാർ. അപ്പോ എല്ലാരും ടെസ്റ്റ് ഒക്കെ എടുത്ത ശേഷം ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കൂ. കിച്ചൂടാ സോറി, എഴുന്നേക്കാൻ എത്തി താമസിച്ചു. എന്റെ പൊന്നല്ലേ, എന്നോട് ഒന്ന് സംസാരിക്കുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കിച്ചൂട്ടാ, പ്ലീസ്. എടാ കിച്ചൂട്ട, അവളോട് ക്ഷമിക്കടാ. ഒന്ന് മിണ്ട നീ. അവള് നിന്നോട് സോറി പറഞ്ഞില്ലേ? ഒന്ന് മിണ്ടടാ. എന്താ 4 പേരും കൂടി അവിടെ? ഒന്നുമില്ല സാർ. ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കും 4 പേരും. A few moments later. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് ക്ലാസ്സിൻ്റെ പുറത്ത് പോകുന്നു. കൂടെ വൈകിയും പോയി. പിന്നാലെ ശ്യാമും ഹരിയും കൂടെ ഇറങ്ങിപ്പോയി. കൃഷ്ണൻ നേരെ പോയത് ക്യാൻറ്റീനിലായിരുന്നു. അവൻ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. കൂടെ അവരും 3 പേരും കൂടി ചെന്നിരുന്നു. വൈഗ വീണ്ടും കൃഷ്ണനോട് സോറി പറയുന്നു. സോറി കിച്ചൂട്ട, എന്റെ പൊന്നല്ലേ, ചക്കരയല്ലേ, എന്റെ മുത്തുമണിയല്ലേ, നിന്റെ വിച്ചൂസ് അല്ലേ, ഒന്ന് ക്ഷമിക്കടാ. നീ എന്നോട് സംസാരിക്കാതിരിക്കല്ലേ. ശരി, ഞാൻ ഇനി നിന്നോട് സംസാരിക്കില്ല, ഞാൻ പോ. വിച്ചു, ഓ എന്റെ കിച്ചു, നിനക്ക് ഒന്ന് ക്ഷമിക്കാനായിരുന്നു. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ. ആ വരുവാ. വൈഗ ഒരു മരച്ചോട്ടിൽ പോയി ഇരുന്നു. പിറകെ വന്ന ശ്യാമും അവളുടെ അടുത്തിരുന്നു. വിച്ചുസേ, എന്താ? നീ എന്നോടും എന്തിനാ ചൂടാകുന്നേ? ഓ സോറി. ശ്യാം, നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. ആ ദാ വരുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്നും പോയി. കൃഷ്ണൻ വൈഗയുടെ അടുത്തിരുന്നു. വിച്ചൂസേ. എന്താ? കിച്ചൂട്ടന്റെ വിച്ചൂസ് പിണക്കത്തിലാണോ? പിണക്കം മാറ്റിയേ? ഇല്ല, മാറ്റൂല. എന്റെ വിച്ചൂസേ, എനിക്ക് നിന്നോട് അല്ലേ ഇങ്ങനെ പിണങ്ങാനിരിക്കാൻ പറ്റൂ? എന്റെ പൊന്നല്ലേ, പിണക്കമൊക്കെ മാറ്റി സുന്ദരി കുട്ടിയെ ഇരുന്നേ. ഒന്ന് ചിരിച്ച എന്റെ പൊന്ന്. ഇപ്പോഴെ എന്റെ കൊച്ചു കുറച്ചും കൂടി സുന്ദരിയായി. ഇത് മാറി നിന്ന് കാണുകയായിരുന്നു ശ്യാമും ഹരിയും. അവരുടെ ഇടയിൽ പിണക്കം ഉണ്ടെങ്കിലും അധിക നേരം ഒന്നും 2 പേർക്ക് പിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. സത്യം, ചില സമയത്ത് ഇവര് 2 പേരും കാണിക്കുമ്പോൾ കപ്പിൾസ് ആയിട്ടാ തോന്നിയിട്ടുള്ളത്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കൂടുതൽ ശ്രദ്ധിച്ച് കിജുവിനെ നോക്കിയാൽ മതി. അവന് അവളെ ഇഷ്ടമാണെന്ന് അവന്റെ പെരുമാറ്റത്തിൽ തന്നെ അറിയാം. അത് ശരിയാ. അപ്പൊ ബൈ, നാളെ കാണാം. എടാ, നാളെ ക്ലാസ് ഇല്ല. ഓ നാളെ സൺഡേ ആണല്ലേ? എന്നാ നമുക്ക് പുറത്ത് പോകാം. ഓക്കെ, ഞാൻ റെഡി. നമുക്ക് നാളെ 9 മണിക്ക് കാണാം. രാവിലെയാണോ രാത്രിയാണോ? ഓ തമാശ, രാവിലെ 9 മണിക്ക് കാണാം. അപ്പോ ബൈ. അവർ 4 പേരും 4 വഴിക്കായി. വൈഗ വീട്ടിലെത്തി. ജെസി മമ്മി, ഞാൻ വന്നു. ആ വന്നോ? അവനെവിടെ? ഞാൻ കണ്ടില്ല മമ്മി. മോളപ്പോ ഒറ്റയ്ക്കാണോ വന്നേ? ഞാൻ ഒറ്റയ്ക്കാ വന്നേ. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ കാര്യം കോളേജിൽ പറഞ്ഞായിരുന്നു? ഇല്ല മമ്മി. അതെന്താ? ഞാൻ പറഞ്ഞു പറയണ്ടായിരുന്നു. ഓ മോള് ചെന്ന് ഫ്രഷായി വാ. ആ മമ്മി. പാടും തേൻകിളികൾ, നിന്നെ ഞാൻ
അതും പാടി തിരിഞ്ഞതും അവളുടെ മുന്നിൽ ഡെർക്ക് വന്ന് നിൽക്കുകയായിരുന്നു. ഡെർക്കിനെ കണ്ടപ്പോൾ വൈകി ഒന്ന് ഞെട്ടി. ദൈവമേ, ഇച്ചാൻ എപ്പോഴാ എത്തിയ? നോട്ടം ശരിയല്ലോ. നൈസിന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. വൈഗ അവിടെ നിന്ന് പോകാൻ നിന്നതും ഡെർക്ക് വൈകെ പിടിച്ച് അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. തമ്മിൽ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത് വൈഗ പറഞ്ഞു, ഇച്ചായ വിട്ടേ, എന്തോ ഈ കാണിക്കുന്നെ? വിട്, ഞാൻ പോട്ടെ. മിണ്ടാതെ നിക്കടി. വിട് ചായ എന്നെ. ഓ, എന്തായിരുന്നു ഇന്ന് കോളേജില്? എന്ത്? കൃഷ്ണന്റെ പിറകെ പോകുന്നത് കണ്ടല്ലോ. അതൊന്നും പറയണ്ട, ഞാൻ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് പിണങ്ങിയതാ അവൻ. പിന്നെ നിന്റെ പിന്നാലെ അവൻ വരുന്നത് കണ്ടല്ലോ. അത് ഞാൻ അവനോട് പിണങ്ങിയപ്പോ അവന്റെ പിന്നാലെ വന്നതാ. അല്ല, ഇച്ചാൻ ഇത് എങ്ങനെ അറിയാം? ഞാൻ ആ പരിസരത്ത് ഉണ്ടായിരുന്നു. ഓ, അല്ല, ഞാൻ വന്നപ്പോ എന്തായിരുന്നു ഒരു പാട്ടൊക്കെ. ചുമ്മാ പാടണമെന്ന് തോന്നി പാടി. ആ, കിച്ചൂട്ടനാണല്ലോ. ഹലോ കിച്ചൂട്ടാ. നീ നാളെ വരുമല്ലോ അല്ലേ? പിന്നെ ഞാൻ വരും. ഓക്കെ, നാളെ രാവിലെ കാണാം. ഓക്കേടാ. ഗുഡ് നൈറ്റ് വിച്ചുസേ. ഗുഡ് നൈറ്റ് കിച്ചൂട്ടാ. ലവ് യു. ലവ് യു ടു. ചിരിച്ചുകൊണ്ട് വൈഗ ഡെർക്കിനെ നോക്കി. ദേഷ്യം വന്ന് നിൽക്കുകയായിരുന്നു ഡെർക്ക്. വൈകി ഒന്നും മിണ്ടാതെ നിന്നു. ഡെർക്ക് ചോദിച്ചു, നാളെ എവിടെ പോകുവാ? അത് ചായ, നാളെ സൺഡേ അല്ലേ, ഞാൻ അവന്മാരുടെ കൂടെ പുറത്ത് പോകുമായിരുന്നു. ഓ, ഞാനേ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. ആ, രാത്രി ഒന്നും ആവരുത്. ഇല്ലേ ചായ. ആ സന്തോഷത്തിൽ ഡെർക്കിന് വൈഗ ഒരു ഉമ്മ കൊടുത്തു. ഡെർക്ക് ഒന്ന് പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് മമ്മി. മോർണിംഗ്. അവളെന്തിയേ? പുറത്തു പോകാൻ റെഡിയാകുക. ഇതാ ചായ കുടിച്ചോ. ആ മമ്മി. A few moments later. മോളെന്തിയേ? അവളിപ്പോ റെഡിയായി കാണും. ആ, ദേ വരുന്ന്. കൊള്ളാലോ, മോക്കി ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. വൈകി ഒന്ന് പുഞ്ചിരിച്ചു. മോൾ ആരുടെ കൂടെയാണ് പുറത്തു പോകുന്നേ? കിച്ചൂടന്റെ കൂടെ. ഓ, സൺഡേ നിങ്ങൾ എപ്പോഴും പുറത്തു പോകുന്നതാണല്ലോ. അതെ, പോയിട്ട് വരാവേ. ബൈ ചായ. ഇന്ന് എന്റെ മോന്റെ പരിപാടി എന്താ? എന്ത് പരിപാടി? ഒരു പരിപാടിയും ഇല്ല. പോകാം. ആ, പോകാം. എന്ത് പറ്റി മിസ്സിസ് വൈഗ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. ഒന്നുമില്ല. എന്തോ ഉണ്ട്. എന്താണ് കാര്യം? എടാ, ഒന്നുമില്ലടാ. മോനെ, ഇതുവരെ ആയിട്ടും വൈകമോൾ എത്തിയില്ലല്ലോ. അവളാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല മമ്മി. സ്വിച്ച് ഓഫ് ആ ഫോണ്. ഇനി എന്തെങ്കിലും പറ്റിക്കാണോ? പിന്നെ ഡെർക്കേ? എന്നാ മമ്മി? ഞാൻ തിരിച്ചു പോകുവാടാ. എന്നാ പറ്റി തിരിച്ചൊക്കെ പോകാൻ? എടാ, ഇസമോൾ അവിടെ മാസം തടഞ്ഞ് നിൽക്കുകയല്ലയോ. ഞാൻ ഇവിടെ നിന്നാൽ എങ്ങനെയാ? ശരിയാകത്തില്ലേ. ഓ മമ്മി. എന്നാ പോട്ടെ, 9 മണിക്കാ ഫ്ലൈറ്റ്. ഞാൻ കൊണ്ടുവിടണോ മമ്മി? വേണ്ടടാ. A few moments later. ദൈവമേ, എന്നെ വഴക്ക് പറയുമല്ലോ. മമ്മിയെ കാണാനുമില്ലല്ലോ. ആദ്യം റൂമിൽ പോകാം. വൈഗ പതുക്കെ മുകളിലേക്ക് കയറി. എന്നിട്ട് മുറിയിലേക്ക് എത്തി നോക്കി. അവിടെ ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ വൈഗ മുറിയിലേക്ക് കയറി. പെട്ടെന്ന് ആരോ വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടു. വൈഗ നോക്കിയപ്പോൾ ഡെർക്കായിരുന്നു. ഒരു വഷളം ചിരിയോടെ വൈഗയെ ഒന്ന് നോക്കി. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഡെർക്ക് പതുക്കെ വൈഗയുടെ അടുത്തേക്ക് നടന്നു. വൈഗ പേടിച്ച് പിന്നിലേക്ക് നടന്നു. പെട്ടെന്ന് ഡെർക്ക് അവളെ വാരി പുണർന്നു ഒരു ഉമ്മ കൊടുത്തു. അവളുടെ വിളി കേട്ടപ്പോൾ ഡെർക്ക് അവളെ വിട്ടു. എന്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചേ. എന്തുവാ മനുഷ്യ നിങ്ങൾക്ക്? എന്താ നീ ഇത്രയും താമസിച്ചത്? അത് വഴിയിൽ വെച്ച് ടയർ പഞ്ചറായി, അതുകൊണ്ടോ ലേറ്റായേ. ഓ, മമ്മി എവിടെ? ഇവിടെ ഇല്ല. എവിടെ പോയി? ഈസയുടെ അടുത്തേക്ക്. ഓ, പോകുമെന്നൊന്നും എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. നീ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കല്ലേ? ഓ, എന്റെ ഫോണിൽ ചാർജ് ഇല്ലാന്ന് വെച്ചാ. പിന്നെ ഫുഡ് കഴിച്ചോ? ഇല്ല. വാ, ഞാൻ ഫുഡ് എടുത്ത് തരാം.
എന്റെ ഫുഡ് എന്റെ മുമ്പിൽ നിൽക്കുവല്ലേ. ഡെറിക്ക് അങ്ങനെ പറഞ്ഞതും വൈകിക്ക് കാര്യം മനസ്സിലായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്ന് മനസ്സിലായി. അവൾ അവിടെ നിന്ന് നൈസിന് പോകാൻ നിന്നും ഡെറിക്ക് അവളെ പിടിച്ച് വലിച്ച് കട്ടിലിട്ട് വലിച്ചിട്ടു. ഇച്ചായ മാറിയേ. ഇല്ല മോളെ, ഇച്ചയം മാറൂല. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ മോളെ സഹായിച്ചേ പറ്റൂ. ഇച്ചായ വൈക ഒന്നും പറയാൻ സാധിക്കാതെ ഡെറിക്ക് കാര്യങ്ങളിലൂടെ കടന്നു. ഇവളിതെവിടെ പോയി? താഴെ കാണുമായിരിക്കും, പോയി നോക്കാം. ഡെർക്ക് താഴെ ചെന്ന് വൈകിയെ മുഴുവൻ തിരക്കി. അവളെ അവിടെ എങ്ങും കണ്ടില്ല. ഡെർക്ക് മുറിയിൽ പോയി ഫോൺ എടുത്ത് നോക്കി. സമയം 9 മണിയായി. കോളേജിൽ വൈക പോയി എന്ന് മനസ്സിലായി. ഡെർക്കിന് വൈക പറയാതെ പോയതിന് ഭയങ്കര സങ്കടമായി. എടാ, ഇന്ന് ഡെർക്ക് സാർ വന്നിട്ടില്ലേ? അടിപൊളി. ഇച്ചായ എഴുന്നേറ്റില്ലേ? വിളിച്ചിട്ട് വരാനുള്ളതായിരുന്നു. നീ എന്ത് ചിന്തിക്കുക ചൂസേ? ഏയ് ഒന്നുമില്ല. ഓ, ഒരു പീരീഡ് ഫ്രീ ആയി കിട്ടി. എനിക്ക് കിടന്നുറങ്ങണം. ഓ, ഈ ഒരു ഉറക്കപ്പരാന്തൻ. ദേ ഡെറിക് സാർ വരുന്നു. ഡെർക്ക് വരുന്നതെന്ന് കേട്ടപ്പോൾ ശ്യാമിനും ഹരിയും കൃഷ്ണനും ഒരു സങ്കടം പോലെയായി. ഓ, ഇങ്ങനെ വരില്ലെന്ന് വിചാരിച്ചു. ഓ, സമാധാനത്തോടെ കിടന്നുറങ്ങാന്ന് കരുതിയത് എല്ലാം പോയി. ചുമ്മാ ഇരിക്കാനും സമ്മതിക്കൂല. ഡെർക്ക് വന്നല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു വൈക. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സാർ. ഡെർക്ക് ക്ലാസ് എടുത്തു തുടങ്ങി. വൈക ഡെർക്കിനെ തന്നെ നോക്കി നിന്നു. പക്ഷെ ഡെർക്ക് വൈകിയെ നോക്കിയത് പോലുമില്ല. പറയാതെ വന്നത് കൊണ്ടായിരിക്കും എന്നെ നോക്കാതിരിക്കുന്നേ. ക്ലാസ് കഴിഞ്ഞ് ഡെർക്ക് അവിടെ നിന്നും പോയി. വൈകി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഡെർക്ക് പോയി അവിടെ നിന്ന്. നിനക്ക് എന്താ വേണം കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട. എന്ത് പറ്റി വിച്ചൂസേ നിനക്ക്? ഒന്നുമില്ലടാ. എടാ, ദേ ഇരിക്കുന്നു വൈക. വാ, അവളെ പോയി സംസാരിക്കാം. അവർ രണ്ടുപേരും കൂടി വൈകിയുടെ അടുത്തെത്തി. ഹായ് വൈക. ഹായ് അതുൽ. സുഖമാണോ? അവൾക്ക് സുഖമായിരിക്കും അല്ലായിരിക്കും, നീ ആര് ചോദിക്കാൻ? ഞാൻ സുഖമാണോ എന്നല്ലേ ചോദിച്ചേ, അതിന് നീ എന്തിനാ ചൂടാകുന്നേ? അല്ല കൃഷ്ണ, നിന്റെ അടുത്തല്ലല്ലോ അവൻ ചോദിച്ചേ, വൈകയോടല്ലേ. വൈക ഒന്നും പറഞ്ഞില്ലല്ലോ. വൈക പറയാനുള്ളതാ ഞാൻ പറഞ്ഞ. നീയൊക്കെ പോയേ. നീ എന്തിനാ ചൂടാകുന്നേ? എന്നെ ഇഷ്ടമാണോ എന്നല്ലല്ലോ ചോദിച്ചത്. പെട്ടെന്ന് കൃഷ്ണന് ദേഷ്യം വന്നു. അവൻ അതുലിനെ അടിച്ചു. അതുലിനെ അടിച്ചത് കണ്ട് രുദ്ര കൃഷ്ണനെ അടിച്ചു. ഇത് കണ്ടുകൊണ്ട് വന്ന ശ്യാമും ഹരിയും കൂടി അവന്മാരെടുത്തിട്ട് അടിച്ചു. പിന്നെ അത് അടിയായി വഴക്കായി എല്ലാം ആയി. അവസാനം അത് പ്രിൻസിപ്പൽ ഓഫീസ് വരെ എത്തി. വാട്ട് ഈസ് ദിസ് ഡെറിക്? നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണല്ലോ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. സാർ സോറി, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. സാർ, ഇനി ഒരു അവസരം കൂടി തരൂ. ലാസ്റ്റ് ചാൻസ് ആണ്. ഇനിയും വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അന്ന് നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരിക്കും ഈ കോളേജിൽ. മനസ്സിലായല്ലോ? ഗെറ്റ് ഔട്ട്. അവർ 7 പേരും അവിടെ നിന്നും പുറത്തിറങ്ങി. സാർ, കൃഷ്ണ പ്രിൻസിപ്പൽ പറഞ്ഞു കേട്ടല്ലോ, ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അന്ന് നിങ്ങൾ എന്റെ താനി കോണം കാണും. അതും പറഞ്ഞ് വൈകി ഒരു നോട്ടം നോക്കി. ഡെർക്ക് അവിടെ നിന്നും പോയി. നാളെ കാണാടാ. അവർ 4 പേരും 4 വഴിക്കായി. വൈക വീടെത്തി. റൂമിൽ പോയി ഫ്രഷായി. ഫുഡ് ഉണ്ടാക്കാൻ അടുക്കളയിൽ പോയി. ഡെർക്ക് വീട്ടിൽ വന്നു. ഫ്രഷായി ഫുഡ് കഴിച്ചു. മുറിയിലേക്ക് പോയി കിടന്നു. വൈകിയോട് ഒന്നും സംസാരിച്ചില്ല. വൈകിയെ ഒന്നും മിണ്ടിയില്ല. ഡെർക്ക് തിരിഞ്ഞു കിടന്നപ്പോൾ വൈകി കെട്ടിപ്പിടിച്ചപ്പോൾ അവിടെ വൈകിയില്ല എന്ന് മനസ്സിലായി. ഡെർക്ക് ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റു. ഇവള് വന്ന് കിടന്നില്ലേ? ഇവളിത് എവിടെ പോയി? ഡെർക്ക് അപ്പത്തെ മുറിയിൽ പോയി നോക്കി. അപ്പോൾ അവിടെ കിടന്നുറങ്ങുന്നു വൈക. ഇവളെന്താ ഇവിടെ കിടക്കുന്നേ? വൈകിയെ പോയി ഡെർക്ക് വിളിച്ചു. പക്ഷെ വൈക എഴുന്നേറ്റില്ല. ഡെർക്ക് വൈകിയെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് കിടത്തി. 4 മാസം കടന്നുപോയി. വൈകയും ഹരിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അതുലും രുദ്രയും വന്നു. എന്നിട്ട് വൈകിയോട് അതുൽ പറഞ്ഞു, അല്ല, നീ ഇപ്പോ കൃഷ്ണനെ മാറ്റി ഹരിയാക്കി തുടങ്ങി. എന്ത്? നിനക്ക് ഒരാളെ പോരാ അല്ലേ? നേരത്തെ കൃഷ്ണനായിരുന്നു, ഇന്ന് ഹരി, നാളെ ആരാടി? അതുൽ അങ്ങനെ പറഞ്ഞത് കേട്ടുകൊണ്ട് വരികയായിരുന്നു കൃഷ്ണൻ. അതുലിനോടിട്ട് ഒരാടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉന്നാര മോനെ, ഇവള് ഇനി എന്തെങ്കിലും നീ പറഞ്ഞാൽ അതുലേ, നീ 2 കാലി നടക്കത്തില്ല. അവളെ പറഞ്ഞപ്പോ അവനങ്ങ് നൊന്ത്.
കൂടെ കിടന്നു കൊടുക്കുന്ന പെണ്ണിനെ പറഞ്ഞാൽ കൊള്ളുമല്ലോ അല്ലേ? അതുലിന് അടി കിട്ടി, താഴെ വീണു. അതിൽ നോക്കിയപ്പോൾ അത് ഡെർക്കായിരുന്നു. നിന്റെയൊക്കെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനിയും പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഇന്ന് തന്നെ നിനക്ക് ടീസി തരാൻ പറയണം. സാറെന്തിനാ ഇത് ചൂടാകുന്നേ? സാറായിട്ടൊരു പ്രശ്നവും ഞങ്ങളില്ലല്ലോ. ശരിയാ, നീയൊക്കെ ആയിട്ട് എനിക്ക് എന്ത് പ്രശ്നം? പക്ഷെ അവളെ വെച്ച് പറഞ്ഞ എനിക്കിട്ടങ്ങ് കൊള്ളും. അവളെ പറയുമ്പോൾ സാറിന് കൊള്ളുന്നത് എന്തിനാ? സാറിന്റെ ആരാ അവള്? ഡെർക്ക് വൈകിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷീസ് മൈ വൈഫ്, മിസ്സിസ് ഡെർക്ക് മാത്യു വാസ്കി. അത് കേട്ടതും ഹരിയും ശ്യാമും അതുലും രുദ്രയും അന്തം വിട്ടു. പിന്നെ ഇവൻ എന്റെ അളിയൻ, വൈകിയുടെ ബ്രദർ. ഇതൊക്കെ എപ്പോ? ആർക്കറിയാം? ഇനി എന്തെങ്കിലും അറിയണോ? ഒന്നും അറിയണ്ട സാർ. എന്നാ നടക്ക് രണ്ടുപേരും. അവർ രണ്ടുപേരും ഡെർക്കിൻ്റെ കൂടെ പോയി. പോകുന്ന ഇടയിൽ ഡെർക്ക് വൈകിയെ നോക്കി കണ്ണടിച്ച് കാണിച്ചു കൊടുത്തു. വൈഗ നാണം കൊണ്ട് തല കുനിച്ചു. എന്നാൽ ഇത് ഞങ്ങളിൽ നിന്ന് മറച്ചല്ലോ. സോറിയടാ. സാരയില്ല. വൈകേ, എന്താ? ഇങ്ങ വന്നേ. എങ്ങോട്ട്? ഇങ്ങോട്ട് വാ. ഓ മനുഷ്യ അങ്ങോട്ട്. ഇങ്ങോട്ട് പാടി മര്യാദക്ക്. വിളിച്ചാ നമുക്ക് വരാൻ വയ്യ. വിജയം പതുക്കെ. கண்ணே கண்ணே உன்னை தூக்கி காணாதூரம் போகட்டா காட்டு ஜீவன் போல தாவி ஆசாயல் கேட்கட்டா கண்ணே கண்ணே உன்னை தூக்கி காணாதூரம் போகட்டா காட்டு ஜீவன் போல தாவி ஆசாயெல்லாம் கேட்கட்டா கண்ணே கண்ணே உன்னை தூக்கி காணாதூரம் போகட்டா காட்டு ஜீவன் போல தாவி ஆசாயெல்லாம் கேட்கட்டா அழகியே அழகியே உன்னை கண்ணு தின்ன போறேன். நீ வெடுக்குற மிடுக்குல நான் சின்ன பின்னமான. அழகியே அழகியே உன்னை கண்ணு தின்ன போறேன். நீ வெடுக்குற மிடுக்குல நான் சின்ன பின்னமான. என்னோடு நீ வந்து சேராமலே போனாக்கா என்னென்று தாங்காதடி. யாரோடு தோணாத பேராசதான் பெண்ணே உந்த மேல தோணுதடி. கண்ணே கண்ணே உன்னை தூக்கி காணா தூரம் போகட்டா காட்டு ஜீவன் போல தாவி ஆசாயெல்லாம் கேட்கட்டா கண்ணே கண்ணே உன்னை தூக்கி காணா தூரம் போகட்டா காட்டு ஜீவன் போல தாவி ஆசாயெல்லாம் கேட்கட்டா. என்னன்னு புரியலையே தேவதைய தரையிறக்கி நான் பிடிக்க இப்ப நினைச்சேன் மனம் முழுசா ரகசியமா எடுத்துக்கத்தான் உள்ள துடிச்சேன் ஏரா ஏரா மயிலிறகா இதா இதா தெரியல புராணா புலி மனசு என்னன்னு புரியலையே. என்னோடு நீ வந்து சேராமலே போனாக்கா என் நெஞ்சு தாங்காதடி. யாரோடும் தோணாத பேராசதான் பெண்ணை முந்த மேல தோணுதடி. கண்ணே கண்ணே உன்னை தூக்கி காணா தூரம் போகட்டா காட்டு ஜீவன் போல தாவி ஆசாயெல்லாம் கேட்கட்டா கண்ணே கண்ணே உன்னை தூக்கி காணா தூரம் போகட்டா காட்டு ஜீவன் போல தாவி ஆசாயெல்லாம் கேட்கட்டா.
അപ്പോൾ നമുക്കങ്ങ് മടങ്ങാമല്ലേ. ഡെർക്കിൻ്റെയും വൈഗയുടെയും സ്റ്റോറി അവസാനിക്കുന്നില്ല. ഇനിയും അവർ പുതിയ രൂപത്തിലും ഭാവത്തിലും പുതിയ കഥാപാത്രങ്ങളുമായി വരുന്നതായിരിക്കും.